ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു ദിവസം 5 മിനിറ്റ് മാത്രം ഞാൻ ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം വളരെ പെട്ടെന്ന് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പൂജ, ദീപം, പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവാറും പേരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ സമയമില്ലെങ്കിൽ പോലും വൈകിട്ട് ഒരു നേരമെങ്കിലും വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളൊന്നും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം 5 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്കതിൻ്റെ ഫലം ലഭിക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോൾ തീർന്നു പോകുമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വീണ്ടും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മുടെ മക്കൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ല ഒരു ജീവിതം, അതിനോടൊപ്പം നല്ല ഒരു മരണവും ലഭിക്കണമെന്നായിരിക്കും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു ഉറക്കത്തിൽ ഞാനങ്ങ് പോകണം ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും മിക്കവരും. അപ്പോൾ അങ്ങനെയുള്ള അനായാസേനയുള്ള ഒരു മരണം കൂടി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇത്ര നാളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഇനി മുന്നോട്ട് നിങ്ങൾ അതിനൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പം എന്താണ് അതെന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജ ഈ സമയവും ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ആദ്യം തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കം നിങ്ങൾ ഏത് സമയത്ത് എഴുന്നേൽക്കുന്നവരും ആയിക്കൊള്ളട്ടെ, രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കുന്നവരോ 6 മണിക്ക് എഴുന്നേൽക്കുന്നവരോ 10 മണിക്ക് എഴുന്നേൽക്കുന്നവരോ എപ്പോൾ എഴുന്നേൽക്കുന്നവരും ആയിക്കൊള്ളട്ടെ, എഴുന്നേൽക്കുന്ന ഉടനെ ഫോൺ കയ്യിലെടുത്ത് പിടിച്ച് നോക്കാതെ എഴുന്നേറ്റ് കട്ടിലിരുന്ന് ഇന്നത്തെ ദിവസം, ഈ ഒരു ദിവസം എനിക്ക് തന്നതിന് ഞാൻ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. കാരണം ഓരോ പ്രഭാതവും നമുക്കൊരു പുനർജന്മമാണ്. തലേദിവസം രാത്രി കിടക്കുമ്പോൾ നമുക്ക് ആർക്കും ഉറപ്പില്ല നമ്മൾ നാളത്തെ പ്രഭാതം കാണുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു പുനർജന്മം നമുക്ക് തന്നതിന് നമ്മൾ നമ്മുടെ ഭഗവാനോട് നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നവരുണ്ടാവാം, ചിലപ്പം കാലും കൈയും മുഖവും ബ്രഷൊക്കെ ചെയ്യുന്നവർ മാത്രമേ ഉള്ളായിരിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം എഴുതുക. അതായത് ഞാനിവിടെ ചെയ്യുന്നത് ശരവണ ഭവ എന്നുള്ളത് ഒരു ചെറിയ പീസ് ഓഫ് പേപ്പറിൽ എഴുതി ഞാനൊരു സിപ്ലോ കവറിനുള്ളിലാക്കി സൂക്ഷിച്ചു വെക്കും. നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു മാലയാക്കി അത് കോർത്ത് വീടിനടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, ഇനി പളനിയിൽ പോകുന്നുണ്ടെങ്കിൽ പളനിയിൽ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവനവനറിയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഈശ്വരൻ ഏതാണ്. അതിപ്പം ദുർഗാദേവി ആണെങ്കിലും ദേവീഭാവത്തിലുള്ള ആരാണെങ്കിലും ഓം ശ്രീ മാത്രേ നമേന്ന് എഴുതാം. അങ്ങനെയല്ല, ഭഗവാൻ മഹാദേവനാണെങ്കിൽ ഓം നമശിവായ എഴുതാം. കൃഷ്ണനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ശ്രീരാമജയം. അങ്ങനെ ഏത് ഈശ്വരനാണോ ആ ഈശ്വരൻ്റെ മന്ത്രം ഒരു ചെറിയ പേപ്പറിൽ എഴുതി നമ്മളത് മാറ്റി വെക്കുക. ഇതൊക്കെ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ടാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റുടനെ കുളിച്ചു മാത്രം അന്നത്തെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുളിച്ചു വന്നതിന് ശേഷം ഇത് എഴുതിയാൽ മതിയാവും. അങ്ങനെയല്ല, ഞങ്ങൾ കുളിക്കില്ല, ഞങ്ങൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റുടനെ പോയി കാലും കൈയും മുഖവും ഒന്ന് കഴുകി ഫ്രഷായിട്ട് നിങ്ങളത് എഴുതുക. അപ്പോൾ തലേ ദിവസം നോൺ വെജ് കഴിച്ചിട്ടാണ് കിടന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ടില്ല, ഇതൊന്നും നിങ്ങൾ ഇവിടെ നോക്കുകയേ വേണ്ട. നമ്മൾ ഫ്രഷപ്പ് ആകുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അപ്പോൾ പീരിയഡ്സ് ആണെങ്കിൽ പോലും നമുക്കത് എഴുതാം. അതായത് 365 ദിവസത്തിലും നമുക്കിത് എഴുതി സൂക്ഷിച്ചു വെക്കാം. അത് സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലോ എവിടെ വേണമെങ്കിലും ഇട്ട് വെക്കാം. വിളക്ക് കത്തിക്കുന്ന ഭാഗത്തൊന്നും കൊണ്ടുവെക്കണം. കാരണം പീരിയഡ്സ് വരുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. പേപ്പർ നമുക്ക് ഓൾറെഡി മുറിച്ച് വെക്കാം കേട്ടോ. ഞാൻ സാധാരണ ചെയ്യുന്നത് 1 മാസത്തേക്കുള്ള പേപ്പർ, ശരവണ ഭവ എന്ന് എഴുതാൻ വളരെ കുഞ്ഞൊരു പേപ്പർ മതില്ല. അത് ഞാൻ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഉള്ളത് നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആ പേപ്പർ നമുക്ക് എടുത്തെഴുതിയാൽ മാത്രം മതിയല്ലോ. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കണ്ണാടിയിൽ നോക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കണ്ണാടിയിൽ നോക്കുന്നവരുണ്ട്, ചിലർ രാവിലെ എഴുന്നേറ്റുടനെ കണ്ണാടിയിൽ നോക്കുന്നവരുണ്ട്. എങ്ങനെ ആയിക്കൊള്ളട്ടെ, കണ്ണാടിയിൽ നോക്കി നമ്മളൊന്ന് ചിരിക്കുക.
നമ്മുടെ ചിരിക്കുന്ന മുഖം കണ്ണാടിയിൽ കണ്ടുകൊണ്ട് എൻ്റെ ഈ ദിവസം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നമ്മൾ പറയണം. അത് ചിലർക്ക് കുളിച്ച് വന്ന് ഭയങ്കര വൃത്തിയായിട്ട് മുഖം കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലർ എഴുന്നേറ്റ ഉടനെ അതെങ്ങനെയും നിങ്ങൾക്ക് പറയാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ഒരു രൂപ എടുത്തു വെക്കുക. ഈ ആഴ്ച ആർക്കെങ്കിലും അന്നദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതായത് 1 രൂപ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു എമൗണ്ടാണ്. ആഴ്ചയിൽ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ആ ആഴ്ചയിൽ ഏകാദശി പ്രദോഷം പോലെയുള്ള ദിവസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്നോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈസ മാറ്റി വെക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് മാറ്റി വെക്കാം. ഞാനൊരു ചെറിയ എമൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആഴ്ചയിൽ 7 ദിവസം ആകുമ്പോഴത്തേന് 7 രൂപ, അതിൻ്റെ കൂടെ ഒരു 3 രൂപ കൊണ്ടിട്ട് 10 രൂപ ആയാൽ 5 രൂപയുടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിലും ഒരു മനുഷ്യന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് നമുക്കത് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഞായറാഴ്ചയുടെ തുടക്കം, അതായത് ഒരാഴ്ചയിൽ ഞായറാണല്ലോ തുടങ്ങുന്നത്, അന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എൻ്റെ കയ്യിൽ നിന്നുമുള്ളത് എടുത്തിട്ട് ആ ആഴ്ചയിൽ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ അന്നദാനം ചെയ്യാറുണ്ട്, അതുപോലെ വെള്ളിയാഴ്ചകളിലും, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏകാദശി പ്രദോഷം വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആ ആഴ്ചയുടെ തുടക്കം തന്നെ എടുത്ത് വെച്ചിരിക്കും. ഇപ്പം ഒരുപാട് പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളവർ എല്ലാ ദിവസവും 1 രൂപ അതിന് വേണ്ടിയിട്ട്, അന്നദാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കും. ഒരു നേരത്തെ ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കാൻ പറ്റിയാൽ മതി. നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ സർവ്വവിധ ദോഷങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും സമൃദ്ധി ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അന്നദാനം എന്ന് പറയുന്നത്. വിശപ്പടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുണ്യം അതിനേക്കാളും കൂടുതൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ അതിനുള്ള പൈസ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൂട്ടി വെക്കാം. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ അന്നദാനം ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും നമ്മൾ ചെയ്താലും അന്നദാനം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അതിനുള്ള പൈസയും എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നമ്മൾ ചായ കോഫിയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കുടിക്കുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാൻ. നിങ്ങൾക്ക് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രമാത്രം എടുത്താൽ മതിയാവും. അത് എടുക്കുക. ആ വെള്ളത്തിലോട്ട് നോക്കി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പറയുക. ആ ജലം മുഴുവനായിട്ട് നമ്മൾ കുടിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, മക്കളെ ഫീഡ് ചെയ്യിക്കുന്നത്, ഹസ്ബൻഡിനെ ഓഫീസിൽ അയക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ദൈനംദിനമാണ്. ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കഴിയുന്നതും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറയാതെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം അത് പറയുന്നത് വഴി നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമ്മളിൽ അവരെക്കുറിച്ച് മോശം പറയുമ്പം ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ കൂടുമെന്നുള്ളതല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് സഹായം ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്, നമ്മളെപ്പറ്റി ഭയങ്കരമായിട്ട് അവർ മോശം പറഞ്ഞുകൊണ്ട് നടക്കുവാണെങ്കിലും നമ്മളത് വിട്ടുകളഞ്ഞേക്കണം. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാലും ഇത് ശരിയാവും എന്നുള്ളത് നമ്മൾ മനസ്സിൽ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. കഴിയുന്നതും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. പേരൻസ് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും അവരെ വിളിക്കാനും 1 മിനിറ്റെങ്കിലും അവരുടെ വിശേഷങ്ങൾ തിരക്കാനും സമയം മാറ്റി വെക്കരുത്. കാരണം നമ്മൾ വളർന്ന് ഇത്രയും ആവുന്നത് വരെ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് നമ്മുടെ പേരൻസ്. നമ്മൾ വളർന്ന് വലുതായി നമുക്കൊരു കുടുംബമായി ജോലിയായി തിരക്കായി കഴിയുമ്പോൾ മിക്കവരും അച്ഛനെയും അമ്മയും മറന്നു പോകും. അതുകൊണ്ട് അത് ചെയ്യരുത്. 1 മിനിറ്റ്, ഇപ്പോൾ നിങ്ങൾ എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക്, ഇല്ലെങ്കിൽ വീടൊന്ന് തുറന്നകത്ത് കയറുന്ന സമയത്ത്, അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഇരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് ഒന്ന് വിളിക്കുക. അച്ഛാ അമ്മേ സുഖമാണോ, സന്തോഷമായിട്ടിരിക്കുന്നോ, ഭക്ഷണം കഴിച്ചോ, ഹാപ്പി അല്ലേ, അത്രയും മതി. അല്ലാതെ 1 മണിക്കൂർ അരമണിക്കൂർ ഒന്നും നീണ്ട സംഭാഷണങ്ങൾ വേണ്ട. അവർക്ക് അവരുടെ മനസ്സിനൊരു സന്തോഷം കൊടുക്കുക. അത് നമുക്ക് ഏറ്റവും ഐശ്വര്യമായിട്ട് വന്ന് ഭവിക്കും. ഇപ്പം അച്ഛനും അമ്മയും മോശം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും നമ്മുടെ മനസ്സിൽ വെക്കാതെ അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ, അതിപ്പം നമ്മുടെ അച്ഛനും അമ്മയും മാത്രമല്ല, നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും, അത് ഞാൻ പറയാൻ കാരണം മിക്കവർക്കും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്ന അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യാനേ പോവരുത്. കാരണം അവർക്ക് നമ്മൾ മോശം ചെയ്താൽ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് അതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും. നമ്മുടെ മക്കളായിരിക്കും ചിലപ്പം നമ്മൾ ആ ചെയ്യുന്നതിനൊക്കെ തിരിച്ചനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ മനസ്സിൽ അവരോട് കടപ്പാടുള്ളവരായിരിക്കും. ഒന്നുമില്ലെങ്കിലും നമുക്കൊരു ഭർത്താവിനെ കിട്ടിയത് അവർ കാരണമാണല്ലോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
നമ്മുടെ അച്ഛനും അമ്മയും ചിലർക്ക് ചിലപ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ അത്ര ആഴത്തിൽ അവരെ സ്നേഹിക്കാനോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ താല്പര്യമുണ്ടായിരിക്കില്ല. പക്ഷേ വേണ്ട, നമ്മുടെ ഭർത്താക്കന്മാർ അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കയറി ഇടപെടാതിരിക്കുക. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ കാലത്തെ പല പെൺകുട്ടികളും ചിന്തിക്കാത്തൊരു കാര്യമാണത്. അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭർത്താവ് ചെയ്യുമ്പം സന്തോഷിക്കുന്ന പെൺകുട്ടികൾ ഒരിക്കലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭർത്താവ് ചെയ്യുമ്പം പിടിക്കില്ല. അതേപോലെ തന്നെ സ്വന്തം മകൾ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം, ഇന്ന കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് തൻ്റെ മകൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പം ചിന്തിക്കില്ല. അപ്പം രണ്ടുപേരുടെ കയ്യിലും കുറ്റങ്ങളുണ്ട്. പക്ഷേ അത് ഈക്വലായിട്ട് അവരൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഇന്നത്തെ കാലത്ത് ഓരോ വീട്ടിലും ഉള്ളൂ. അപ്പം നമ്മളതെല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഇതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യണ്ട. പിന്നെ നാട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും വീടിനടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. അവിടെ പോകുക, ഭഗവാനെ കാണുക, ഒരു 5 മിനിറ്റ് അവിടെ ഭഗവാന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ആ പേപ്പറിൽ എഴുതി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നാട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാല കെട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ക്ഷേത്രത്തിൽ ചാർത്താവുന്നതാണ്. വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി. അതിൻ്റെ എണ്ണം, കൊടുക്കേണ്ടുന്ന ഡേറ്റ്, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏത് ദിവസമാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ദിവസം കൊടുക്കുക. ഇനി നമുക്ക് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര സമയം നോക്കാം. പൂരുരുട്ടാതി, ഉത്രട്ടാതി നക്ഷത്രങ്ങൾ, അതായത് ആ നക്ഷത്രങ്ങളിൽ നമ്മൾ ഗോപൂജ ചെയ്യും. രേവതി നക്ഷത്രത്തിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യും. അപ്പം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആരംഭം നാളെ ഞായറാഴ്ച വൈകിട്ട് 3:12 3:12 ആരംഭിച്ചിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച വൈകുന്നേരം 4:07 പൂരുരുട്ടാതി നക്ഷത്രം അവസാനിക്കും. ഇനി ഉത്രട്ടാതി നക്ഷത്രമാണെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് 4:08 ആരംഭിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രം പിറ്റേന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 4:15 അവസാനിക്കും. അപ്പോൾ നമുക്ക് രേവതി നക്ഷത്രം ആരംഭിക്കും. അതായത് ചൊവ്വാഴ്ച വൈകിട്ട് 4:15 ആരംഭിക്കുന്ന രേവതി നക്ഷത്രം ബുധനാഴ്ച വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് അവസാനിക്കും. അപ്പം പൂരുരുട്ടാതി, ഉത്രട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന സമയം മനസ്സിലായാലും. അപ്പോൾ ആ ദിവസത്തിൽ ഏതെങ്കിലും 2 ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് ഗോപൂജ ചെയ്യാം. രേവതി നക്ഷത്രം ചൊവ്വാഴ്ച 4:15 ബുധനാഴ്ച വൈകിട്ട് 4 ഇടയ്ക്കുള്ള സമയത്ത് രേവതി നക്ഷത്രം ലക്ഷ്മി പൂജയും ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.